ഏവർക്കും +1 മാത്തമാറ്റിക്സ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. 2025 മോഡൽ എക്സാമിനേഷനിൽ ബയോളജി സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾക്ക് ചോദിച്ച മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷനാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായും മികച്ച നിലവാരം പുലർത്തിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വർഷം മോഡൽ എക്സാമിനേഷന് ചോദിച്ചത്. NCERT ടെക്സ്റ്റ് ബുക്കിലുള്ളതും ഇല്ലാത്തതുമായ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്നാൽ എല്ലാ ക്വസ്റ്റ്യനും സിലബസിനുള്ളിൽ നിന്ന് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ഇല്ല. സബ്ജക്റ്റ് മനസ്സിലാക്കി, കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ച കുട്ടികൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. തീർച്ചയായും നമ്മുടെ ഡീറ്റെയിൽഡ് ക്ലാസ്സിലും റിവിഷൻ ക്ലാസ്സിലും ഷുവർ ക്വസ്റ്റ്യൻ സീരീസിലും ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളത്. തറവായി കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ മികച്ച സ്കോർ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ എന്ന സൂചനയാണ് ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നൽകുന്നത്. തീർച്ചയായും ഈ വർഷം +1 റെഗുലർ വിദ്യാർത്ഥികൾക്കും +1 മാത്തമാറ്റിക്സ് സബ്ജക്ട് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും ഇതൊരു മുന്നറിയിപ്പാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം പഠിച്ചാൽ മികച്ച സ്കോർ കണ്ടെത്താൻ സാധിക്കുകയില്ല. ഓരോ ചാപ്റ്ററിലെയും കോൺസെപ്റ്റ് മനസ്സിലാക്കി പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഉടൻ തന്നെ നിങ്ങൾ ആരംഭിക്കേണ്ടതാണ്. പബ്ലിക് എക്സാമിനേഷന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ എല്ലാ വിദ്യാർത്ഥികളും ആരംഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. എല്ലാ വിദ്യാർത്ഥികൾക്കും മികച്ച സ്കോർ പബ്ലിക് എക്സാമിനേഷന് എല്ലാ സബ്ജക്റ്റിനും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടെ ഈ വർഷത്തെ ബയോളജി സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളുടെ മാത്തമാറ്റിക്സ് മോഡൽ എക്സാമിനേഷന് ചോദിച്ച ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 3 മാർക്സിന്റെ 8 ക്വസ്റ്റ്യൻസ് ഉണ്ട്. വി ഹാവ് ടു ആൻസർ എനി 6 ക്വസ്റ്റ്യൻസ്. കൂൾ ഓഫ് ടൈമിൽ ഈ 8 ക്വസ്റ്റ്യനും വായിച്ചിട്ട് ഏറ്റവും മികച്ച രീതിയിൽ എഴുതാൻ സാധിക്കുന്ന 6 ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ ഉറപ്പിക്കുക. അത് ജസ്റ്റ് പെൻസിൽ കൊണ്ട് ഓരോ ക്വസ്റ്റ്യന്റെ നേരെ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് അതാണ് ആൻസർ ചെയ്യേണ്ടത്. സോ ഏതൊക്കെയാണ് ഏറ്റവും നല്ല രീതിയിൽ എഴുതാൻ സാധിക്കുന്ന 6 ക്വസ്റ്റ്യൻ എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം കൂൾ ഓഫ് ടൈം കഴിഞ്ഞിട്ട് ആൻസേഴ്സ് എഴുതി തുടങ്ങുക. ഇങ്ങനെ തന്നെ ആയിരിക്കണം ഓരോ സെഷനിലും നിങ്ങളുടെ സ്ട്രാറ്റജി. So here first question, simple question, second chapter നിന്നുള്ള question. Consider the relation R equal to ordered pair x, y such that x, y element of z, x into y equal to 4. Defined on integers. Find domain, range, number of elements in the relation capital R. അല്ലെ, ഇവിടെ ഇന്റിജറിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു റിലേഷൻ ആണ് തന്നിട്ടുള്ളത്. എന്താണ് ഇന്റിജർ എന്ന് പറഞ്ഞാൽ 0, 1, 2, 3, 4, 5 എക്സെട്ര, -1, -2, -3 എക്സെട്ര. അല്ലെ, ഈ ഇന്റിജേഴ്സിൽ 2 ഇന്റിജേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 കിട്ടണം. വാട്ട് ആർ ദ പോസിബിലിറ്റീസ്? അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ആദ്യം ഈ റിലേഷൻ റോസ്റ്റർ ഫോമിൽ എഴുതുന്നതാണ് നല്ലത്. അത് ചിലപ്പോൾ ചോദിക്കാം ഫൈനൽ എക്സാമിനേഷന്. ഇവിടെ അത് ചോദിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ 2 നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്റിജേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 കിട്ടണം. വാട്ട് ആർ ദ പോസിബിലിറ്റീസ്? 1ഉം 4ഉം ഒരു പോസിബിലിറ്റിയാണ്. അടുത്ത് തിരിച്ച് 4ഉം 1ഉം, അതായത് x1 y4 ഒരു പോസിബിലിറ്റി. ഇനി തിരിച്ചുമാകാം. ഇനി x2 y2 അതും സാധ്യതയാണ്. x -2 y -2 അതും സാധ്യതയാണ്. അല്ലെ, ഇങ്ങനത്തെ പോസിബിലിറ്റീസ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ആൻസർ എഴുതുമ്പോൾ അത് ആദ്യം റോസ്റ്റർ ഫോമിൽ എഴുതുക. ആദ്യത്തെ എന്താണ്? 1,4 x1 y4 മൾട്ടിപ്ലൈ 4 ആണല്ലോ. അടുത്ത 2 കറക്റ്റ് ആണ്. അടുത്തെന്താണ്? 4,1 തിരിഞ്ഞു വന്നു അല്ലെ. അടുത്ത -1 -4 മൾട്ടിപ്ലൈ +4 കിട്ടും. അടുത്ത -2 നെക്സ്റ്റ് എന്താണ്? -4 -1 അല്ലെ. ആദ്യത്തേത് 1,4 അത് തിരിച്ചിടുന്നതാണ് ഈ അത് വരുന്നത്. എവിടെ വരുന്നത്? 4,1. അടുത്ത -1 -4 അത് റിവേഴ്സ് ഓർഡറിൽ എഴുതുമ്പോൾ അടുത്തത് കിട്ടും. പിന്നെ സെയിം ആയിട്ടുള്ളത് 2 -2 ഇത് എഴുതാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എഴുതി കഴിഞ്ഞതിന് ശേഷം ഡൊമൈൻ എഴുതുക. ഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് എലമെന്റ്സ് ഇൻ ദ റിലേഷൻ. അല്ലെ, ഈ റിലേഷനിലെ x കോർഡിനേറ്റ് അല്ലെങ്കിൽ ആദ്യം ഇരിക്കുന്ന എലമെന്റ്സ് കോമയായിട്ട് എഴുതുക. 1, 2, 4, -1, -2, -4 വിച്ച് ഈസ് ദ ഡൊമൈൻ. റേഞ്ച് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ സെക്കൻഡ് എലമെന്റ്സ് ഇൻ ദ റിലേഷൻ. 4, 2, 1, -4, -2, -1 അല്ലെ. അത് ഓർഡറിൽ എഴുതിയാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. Now number of elements in the relation 1, 2, 3, 4, 5, 6. So number of elements in the relation എന്താണ്? 6 എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. കൺസിഡർ ദ ഫോളോയിങ് ഫിഗർ. അല്ലെ, ഒരു ഫിഗർ തന്നിട്ടുണ്ട്. റൈറ്റ് ദ റേഡിയൻ മെഷർ ഓഫ് ആംഗിൾ AOB. ഇവിടെ ആംഗിൾ AOB എന്ന് പറയുന്ന 150 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്.
അപ്പോൾ അതിനെ റേഡിയൻ മെഷറിലോട്ട് കൺവെർട്ട് ചെയ്യണം. 150 ഡിഗ്രിയെ റേഡിയനിലോട്ട് കൺവെർട്ട് ചെയ്യാൻ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഇവിടെ 0 ക്യാൻസൽ ചെയ്തു. അടുത്ത 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മേളിൽ 5 വരും, താഴെ 6. സോ ആൻസർ എന്താണ്? 5π/6 എന്ന് കിട്ടും. വളരെ സിമ്പിൾ ആണ്. നെക്സ്റ്റ്, റൈറ്റ് ദ കോർഡിനേറ്റ് ബി. ഇത് ഒരു യൂണിറ്റ് സർക്കിൾ ആണെന്ന് മനസ്സിലാക്കാം. റേഡിയസ് 1 ആയിട്ടുള്ള സർക്കിൾ വിച്ച് ഈസ് കോൾഡ് യൂണിറ്റ് സർക്കിൾ. ഒരു യൂണിറ്റ് സർക്കിളിലെ ഒരു ജനറൽ പോയിന്റ് എടുത്താൽ ആ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് കോസ് വാല്യൂവും വൈ കോർഡിനേറ്റ് സൈൻ വാല്യൂവും നൽകുന്നു എന്ന് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ന ചാപ്റ്റർ പഠിപ്പിച്ചപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ ക്യാപിറ്റൽ ബിയുടെ എക്സ് കോർഡിനേറ്റ് എന്താണ്? കോസ് തീറ്റ. ഇവിടെ ആംഗിൾ എന്താണ്? തീറ്റ 150 ഡിഗ്രി. അപ്പോൾ ക്യാപിറ്റൽ ബിയുടെ എക്സ് കോർഡിനേറ്റ് കോസ് 150, വൈ കോർഡിനേറ്റ് സൈൻ 150. ഇനി കോസ് 150യുടെ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ കൊടുക്കാം. അല്ല എങ്കിൽ കോസ് 180 മൈനസ് 30, അപ്പോൾ മൈനസ് കോസ് തീറ്റ, അപ്പൊ മൈനസ് കോസ് 30 എന്ന് കിട്ടും. റിഡക്ഷൻ ഫോർമുലയാണ്. അതുപോലെ സൈൻ 150യുടെ വാല്യൂ സൈൻ 180 മൈനസ് 30, അത് സൈൻ 30 എന്ന് കിട്ടും. മൈനസ് കോസ് 30 എന്ന് പറഞ്ഞാൽ മൈനസ് √3/2, സൈൻ 30 എന്ന് പറഞ്ഞാൽ 1/2. സോ ഈ കോർഡിനേറ്റ് എന്താണ്? മൈനസ് √3/2, എന്ത് കിട്ടും? 1/2. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, consider the word association. Then how many different ways can the letters of the word be arranged? Here some objects are repeated. എങ്കിൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് കാണുന്ന ഫോർമുല n ഫാക്ടോറിയൽ ബൈ p1 ഫാക്ടോറിയൽ ഇൻറ്റു p2 ഫാക്ടോറിയൽ ഇൻറ്റു p3 ഫാക്ടോറിയൽ എക്സെട്ര. ആ p1 p2 എന്ന് പറയുന്നത് ഓരോ ലെറ്ററും എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു, അതാണ് p1 p2 p3. n എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്ജക്ട്. അപ്പൊ ഹിയർ n എത്രയാണ്? നമ്പർ ഓഫ് ഒബ്ജക്ട് 1 2 3 4 5 6 7 8 അങ്ങനെ എന്ത് കിട്ടും? 11. അപ്പൊ n എന്ന് പറയുന്നത് 11. അടുത്ത് a എന്ന ലെറ്റർ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു? 2 പ്രാവശ്യം. അപ്പൊ p1 എന്ന് പറയുന്നത് 2. s എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം. p2 2. അടുത്ത് o എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം. അപ്പൊ p3 2. നെക്സ്റ്റ് ഏത് ലെറ്റർ ആണ്? ഐ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു, അപ്പോൾ അത് p4 എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മുടെ റിക്വയർഡ് നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് n ഫാക്ടോറിയൽ ബൈ p1 ഫാക്ടോറിയൽ ഇൻറ്റു p2 ഫാക്ടോറിയൽ ഇൻറ്റു p3 ഫാക്ടോറിയൽ ഇൻറ്റു p4 ഫാക്ടോറിയൽ. 11 ഫാക്ടോറിയൽ ബൈ എല്ലാം 2 ആണല്ലോ, അപ്പോൾ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ഒരു മാർക്ക് ആയതുകൊണ്ട് ഇത് സിംപ്ലിഫൈ ചെയ്യേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ ഇതാണ് ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ്. ഹൗ മെനി ഓഫ് ദീസ് വേർഡ്സ് ഹാവ് ഓൾ വൗവൽസ് ടുഗദർ? ഈ വേർഡിലെ എല്ലാ വൗവൽസും ഒരുമിച്ച് വരുന്ന എത്ര വ്യത്യസ്തമായ അറേഞ്ച്മെന്റ്സ് പോസിബിൾ ആണ്? അപ്പൊ വൗവൽസ് ഒരുമിച്ച് എഴുതുക. വൗവൽസ് അറിയാലോ, എ ഇ ഐ ഒ യു. അതിൽ ഏതൊക്കെ ലെറ്റർ ആണ് ഇതിനകത്തുള്ളത് അത് ഒരുമിച്ച് എഴുതുമ്പോൾ ഇങ്ങനെ കിട്ടും. റിമൈനിങ് ലെറ്റേഴ്സ് ഔട്ട്സൈഡ് എഴുതുക. വൗവൽസ് എല്ലാം ഒരു ബോക്സിനകത്താക്കി റിമൈനിങ് ലെറ്റേഴ്സ് ഔട്ട്സൈഡ് എഴുതുക. അല്ലെ, എല്ലാ ലെറ്ററും വന്നിട്ടുണ്ടെന്ന് ഉറപ്പിക്കുക. ഇനി നൗ ഹിയർ എന്താണ്? ഇത് ഒരുമിച്ച് വരണം. ഇത്രയും വൗവൽസ് ആണല്ലോ, ഈ വൗവൽസ് ഒക്കെ ടുഗദർ, ഇത് ഒന്നായി വരണം. അപ്പോൾ ഇത് ഒരു ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കുക. നൗ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്ജക്റ്റ് ഇവിടെ എന്താണ്? 1 2 3 4 5 6. സോ ടോട്ടൽ നമ്പർ എന്താണ്? 6. അപ്പോൾ ആൻസർ 6 ഫാക്ടോറിയൽ ബൈ, ഇതിൽ റെപ്പറ്റീഷൻ ഉള്ളത് ബോക്സിന് പുറത്ത് s 2 പ്രാവശ്യം, വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു ഈ ബോക്സിനകത്തിരിക്കുന്നതിനെ എത്ര വ്യത്യസ്തമായ രീതിയിൽ അറേഞ്ച് ചെയ്യാം? ബോക്സിനകത്ത് വീണ്ടും നമ്പർ ഓഫ് ഒബ്ജക്ട് 1 2 3 4 5 6, അതാണ് 6 ഫാക്ടോറിയൽ ബൈ ബോക്സിനകത്ത് റെപ്പറ്റീഷൻ ഉള്ളത് a 2 പ്രാവശ്യം, അതാണ് ആദ്യത്തെ 2 ഫാക്ടോറിയൽ. o 2 പ്രാവശ്യം, അതാണ് അടുത്ത 2 ഫാക്ടോറിയൽ. i 2 പ്രാവശ്യം, അതാണ് നെക്സ്റ്റ് 2 ഫാക്ടോറിയൽ. സോ വിച്ച് ഈസ് ദ റിക്വയർഡ് ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് എന്ന് പറയുന്നത്. അത് 2 മാർക്കാണ്. വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം, ചെയ്തില്ലെങ്കിലും മാർക്ക് കിട്ടും. ഓക്കെ. സോ ഇത്തരത്തിലുള്ള സമാനമായ ക്വസ്റ്റ്യൻ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്തിട്ടുണ്ട്. ഇൻഡിപെൻഡൻസ് എന്ന വേർഡ്, മിസിസിപ്പി, അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ. അസാസിനേഷൻ അല്ലെ, ഇവിടെ അസോസിയേഷൻ, വേർഡ് ഒന്ന് മാറ്റി എന്ന് മാത്രം. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. എക്സ്പാൻഡ് x plus 1/x the whole raised to 6. Then write the term independent of x. ബൈനോമിയൽ തിയറം എന്ന ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ബൈനോമിയൽ തിയറം യൂസ് ചെയ്ത് നമുക്കത് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ. സോ എന്താണ് x plus 1/x the whole raised to 6? നമ്മൾ ആദ്യം ഒരു സ്റ്റെപ്പ് എഴുതുന്നതാണ് നല്ലത്. nc0 x raised to എന്താണ്? 6. n എന്ന് പറഞ്ഞാൽ ഇവിടെ 6 ആണ് അല്ലെ. അപ്പൊ 6c0 x raised to 6 plus 6c1 x raised to 5 into 1/x അല്ലെ, പ്ലസ് 6c2,
ആ 6C0 എന്ന് പറഞ്ഞാൽ 1 ആണ്, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അടുത്ത 6C1 അത് 6 ഡയറക്റ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, കാൽക്കുലേറ്ററിൽ കൊടുത്താൽ മതി. അടുത്ത 6C2 അത് 15 എന്ന് കിട്ടും. അടുത്ത പവർ, ആദ്യത്തെ ടേമിന്റെ പവർ ഒന്ന് കുറച്ച് തരണം, x⁴. രണ്ടാമത്തെ പവർ ഒന്ന് കൂട്ടി എഴുതുക, 1/x² പ്ലസ് അടുത്ത എന്തായിരിക്കും വരുന്നത് 6C0 6C1 6C2 6C3 എന്ന് പറഞ്ഞാൽ 20 ആണ്, x³ into 1/x³ പ്ലസ് 6C4 അത് 15, അടുത്ത x² into 1/x⁴ പ്ലസ് 6C5 അത് 6 x into 1/x⁴ പ്ലസ് 6C6 അത് 1 into 1/x⁴. എഴുതാനുള്ള മെത്തേഡ് നിങ്ങൾക്കറിയാം. ആദ്യം ഫസ്റ്റ് ടേം റൈസ് ടു മാക്സിമം പവർ, നെക്സ്റ്റ് എന്താണ് ഫസ്റ്റ് ടേമിന്റെ പവർ ഒന്ന് കുറച്ച് എഴുതുക അല്ലെ, അപ്പൊ x⁵. സെക്കൻഡ് ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഇവിടെ സെക്കൻഡ് ടേമിൽ 1/x, അടുത്ത് x⁴ ആകും, ഇത് 1/x², അടുത്ത x³ ആകും, ഇത് 1/x3, x³ എന്നുള്ള അടുത്ത x² ആവും, അടുത്ത 1/x⁴. ആദ്യത്തെ ടേം ഒന്ന് കുറഞ്ഞു വരും, രണ്ടാമത്തെ ടേം ഒന്ന് കൂടി വരും പവർ. എന്നിട്ട് കാൽക്കുലേറ്റർ എടുത്ത് സിംപ്ലിഫൈ ചെയ്താൽ മതി. ഇവിടെ ആദ്യത്തത് അതുപോലെ x⁵/x എന്നാണ് x⁴, x⁴/x², അപ്പൊ x² എന്ന് വരും. അടുത്ത് ഇവിടെ x³ താഴെ x³ ക്യാൻസൽ ചെയ്ത് പോയാൽ വെറും 20 എന്ന് വരും. ഇവിടെ x²/x⁴, താഴെയാണ് x⁴, അപ്പൊ താഴെ എന്ത് വരും x², ഇവിടെ താഴെ എന്ത് വരും x⁴, ഇവിടെ താഴെ എന്താണ് x⁶. ഇനി ഇതിൽ എക്സിന്റെ ടേം ഇല്ലാത്തത്, ടേം വിച്ച് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് എന്നുള്ളത് 20 ആണെന്ന് നമുക്ക് ഈ എക്സ്പാൻഷൻ നോക്കി മനസ്സിലാക്കാം. സോ വിച്ച് ഈസ് ദ റിക്വയർഡ് ആൻസർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. Write equation of a line passing through 2,0 and parallel to y-axis. സ്ട്രൈറ്റ് ലൈനിലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പല കുട്ടികളും പേടിച്ചിരുന്ന ഒരു ചാപ്റ്റർ ആണ്, പക്ഷെ ഡയറക്റ്റ് ആണ്. ഇക്വേഷൻ ഓഫ് എ ലൈൻ പാരലൽ ടു y-axis എന്ന് പറഞ്ഞാൽ x ഈക്വൽ ടു ഡിസ്റ്റൻസ്, ആ പോയിന്റ് x ഈക്വൽ ടു പോയിന്റ് എന്താണ് 2. സോ ആൻസർ x ഈക്വൽ ടു 2. അത്രയേ ഉള്ളൂ, കഴിഞ്ഞു. നെക്സ്റ്റ് ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് -1,1 ഫ്രം ദ ലൈൻ 12 into x plus x equal to 5 into y minus 2. ആദ്യം ഈ തന്നിട്ടുള്ള ലൈനിന്റെ ഇക്വേഷനെ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുക. ax plus by plus c equal to 0 which is the standard form. അപ്പോൾ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതാൻ വേണ്ടി ഇത് എക്സ്പാൻഡ് ചെയ്യുക. 12x അടുത്ത 12 into 6 72 equal to here 5y minus 10. എല്ലാം ഒരു സൈഡ് കൊണ്ടുവരിക. 12x ഇത് ഇപ്പുറത്ത് വരുമ്പോൾ -5y, ഈ -10 ഇപ്പുറത്ത് വരുമ്പോൾ +10, 72 + 2 82 equal to 0. ഇനി a എന്ന് പറയുന്നത് 12 കമ്പയറിംഗ് വിത്ത് ജനറൽ ഫോം, b എന്ന് പറയുന്നത് -5, c എന്താണ് 82. എങ്കിൽ ഡിസ്റ്റൻസ് കാണുന്ന ഫോർമുല ax1 plus by1 plus c by root of s² plus b². ഹിയർ x1 y1 എന്ന് പറയുന്നത് എന്താണ്, തന്നിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ. x1 എന്ന് പറയുന്നത് -1, y1 എന്ന് പറയുന്നത് 1. എ ബി സി എന്താണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അതെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ. ആ വാല്യൂസ് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 12 into a എന്ന് പറഞ്ഞാൽ 12 into -1 അല്ലെ, പ്ലസ് അടുത്തെന്താണ് -5 into 1 plus 82 ഹോൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് s² plus b². 144 plus 25 ദാറ്റ് ഈസ് റൂട്ട് 169 എന്ന് കിട്ടും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ എന്ത് കിട്ടും? സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ 65/13 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് 5 എന്ന് കിട്ടും. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് അതിലും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, നമ്മൾ എക്സ്പെക്ട് ചെയ്ത ക്വസ്റ്റ്യൻ. ഫ്രം ദ എലിപ്സ് x²/36 പ്ലസ് y²/16 equal to 1 ഫൈൻഡ് ഫോക്കൈ വെർട്ടിസസ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എക്സെൻട്രിസിറ്റി. ഇത് ഫസ്റ്റ് ടൈപ്പ് എലിപ്സ് ആണെന്ന് തിരിച്ചറിയുക. x² താഴെ ഇരിക്കുന്നത് വലിയ നമ്പർ ആണെങ്കിൽ അത് ഒന്നാമത്തെ ടൈപ്പ്. അപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ x²/a², ഇത് a², ഇതെന്താണ് b². സോ a² b² ആദ്യം എഴുതുക. a² 36, b² എന്താണ് 16, അപ്പൊ a6 b4. സി കാണുന്ന ഫോർമുല റൂട്ട് s² മൈനസ് b² ദാറ്റ് ഈസ് റൂട്ട് 20 എന്ന് കിട്ടി. ഇനി ഫോക്കൈ കാണുന്ന ഫോർമുല +or - c, 0 +or - റൂട്ട് 20, 0. വെർട്ടിസസ് +or - a, 0 ദാറ്റ് ഈസ് +or - 6, 0. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം 2b²/a സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 16/3. എല്ലാ വാല്യൂസും തന്നിട്ടില്ലേ. എക്സെൻട്രിസിറ്റി കാണുന്ന ഫോർമുല c/a റൂട്ട് 20/6. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. ഫൈൻഡ് ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് 3,6,4 ഫ്രം xy പ്ലെയിൻ. ഒരു പോയിന്റ് xy പ്ലെയിൻ ആണെങ്കിൽ അതിന്റെ z കോർഡിനേറ്റ് 0. അപ്പൊ xy പ്ലെയിനുള്ള ഒരു പോയിന്റ് എടുക്കാൻ പറഞ്ഞാൽ എന്താണ് വരുന്നത്? 3,6,0 എന്ന് വരും.
ആ XY പ്ലെയിനിലെ പോയിന്റ് നമുക്ക് എങ്ങനെ ചൂസ് ചെയ്യാം? 3,6,0 എന്നിട്ട് ഈ പോയിന്റും ആ പോയിന്റും നമ്മുടെ ഡിസ്റ്റൻസ് കാണുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 4 എന്ന് കിട്ടും. ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് ദിസ് വൺ ഫ്രം XY പ്ലെയിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ Z കോർഡിനേറ്റ് ആയിരിക്കും ആൻസർ. അപ്പൊ ആൻസർ എന്താണ്? 4. അങ്ങനെ ഒറ്റ സ്റ്റെപ്പിലും നമുക്ക് എഴുതുവാൻ സാധിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്തും ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ, ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ. Show that the points this one and this one are the vertices of an isosceles triangle. ഇത് A എന്ന് കൊടുക്കുക, B എന്ന് കൊടുക്കുക, C എന്ന് കൊടുക്കുക. എന്നിട്ട് AB കാണുക, BC കാണുക, AC കാണുക. അല്ലേ? ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യുക. ഡിസ്റ്റൻസ് ഫോർമുല നിങ്ങൾക്കറിയാം. √(x2 - x1) the whole square plus y2 - y1 the whole square plus z2 - z1 the whole square. ആദ്യം AB x2 - x1 1 - 0 the whole square plus അടുത്ത 6 - 7 the whole square plus അടുത്ത എന്താണ്? -6 -10. ഇപ്പൊ -6 + 10 the whole square. √1 square plus -1 square plus 4 square √18 എന്ന് കിട്ടും. സിമിലർലി നിങ്ങൾ BC കാണുക. BC അല്ലെ, വീണ്ടും x2 - x1 the whole square 4 - 1 the whole square plus 9 - 6 the whole square plus -6 മൈനസ് പ്ലസ് ആവും the whole square. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അവിടെയും ആൻസർ നമുക്ക് എന്ത് കിട്ടി? √18. രണ്ട് സൈഡ് ഈക്വൽ എന്ന് കിട്ടി. AB = BC. ഏതെങ്കിലും രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ അതെന്താണ്? ഒരു ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് നമുക്ക് പറയാം. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Next, question number 8. If limit extending to 2 x raised to n minus 2 raised to n by x minus 2 equal to 80, find n. ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ അല്ല, പക്ഷെ കഴിഞ്ഞ വർഷം പബ്ലിക് എക്സാമിനേഷന് ഈ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചു. അത് തന്നെ ഈ വർഷം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു. സോ എന്താണ് ആൻസർ? നിങ്ങൾക്കറിയാം, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ x raised to n minus a raised to n by x minus a ആണെങ്കിൽ ആൻസർ n into a raised to n minus 1. സോ ഹിയർ n into a എന്ന് പറഞ്ഞാൽ 2 ആണ് കേട്ടോ. 2 raised to n minus 1 ഈക്വൽ ടു എന്താണ്? 80. ഈ 80യെ നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 2 into 2 into 2 into 5 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 5 into 2 raised to 4. ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ n ഈക്വൽ ടു എന്ത് കിട്ടും? 5 എന്ന് ആൻസറിലേക്ക് എത്തുവാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 sin pi x by x into cos 2x. ഇത് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 sin pi x by x ഇൻറ്റു അടുത്ത ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 1 by cos 2x. ഇങ്ങനെ രണ്ടായിട്ട് എഴുതുക. ഇനി നമുക്ക് sin pi x by താഴെ pi x വന്നാലേ ഇവിടെ x ഉള്ളൂ. pi x വരാൻ വേണ്ടി ഇവിടെ ഒരു pi ഡിവൈഡ് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് ഈ pi പുറത്തെടുത്ത് ബാക്കി ഇത് എഴുതി, ഇത് സെപ്പറേറ്റ് ചെയ്ത് എഴുതി. നിങ്ങൾക്കറിയാം, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 sin x by x 1 ആണ്. ഇവിടെ വരുന്ന അതേ ആംഗിൾ താഴെ വരണം. അതിനുവേണ്ടിയാണ് നമ്മളൊരു pi മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്യുകയും ചെയ്തത് കേട്ടോ. അപ്പൊ ഇതിന്റെ വാല്യൂ 1 ആണ്. ഇവിടെ x ന് 0 എടുത്താൽ cos 0 1. അപ്പൊ ഇതും 1. സോ റിക്വയർഡ് ആൻസർ pi into 1 that is equal to pi. പിടിയിട്ടില്ലേ? sin pi x by x into 1 by cos 2x. ആദ്യത്തെ ഒരു പൈ മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു. ആ കഥ മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ പരിചയമില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ചില കുട്ടികൾക്കെങ്കിലും അതൊരു പ്രശ്നമായി തോന്നിക്കാണും. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ നിന്ന് 6 ക്വസ്റ്റ്യൻ എഴുതുക ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, എല്ലാവരും എഴുതി എന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് ഓഫ് എ സെറ്റ് വിത്ത് 4 എലമെന്റ്സ്. നമ്പർ ഓഫ് സബ്സെറ്റ് കാണുന്ന ഫോർമുല 2 raised to n. ഇവിടെ പ്രോപ്പർ സബ്സെറ്റ് എന്താണ്? സബ്സെറ്റും പ്രോപ്പർ സെറ്റും തമ്മിലുള്ള വ്യത്യാസം. സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ സെയിം സെറ്റും ഈസ് ആൾസോ എ സബ്സെറ്റ് ആണ്. എന്നാൽ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുമ്പോൾ ആര് വരത്തില്ല? സെയിം സെറ്റ് വരത്തില്ല. എല്ലാ സബ്സെറ്റും വരും എക്സെപ്റ്റ് സെയിം സെറ്റ്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ് കാണുന്ന ഫോർമുല 2 raised to n. അത് 16. ഇവിടെ 2 raised to 4. അതിൽ നിന്ന് ഒന്ന് കുറച്ചാൽ മതി, പ്രോപ്പർ സബ്സെറ്റിന്റെ എണ്ണം കിട്ടും. സോ പ്രോപ്പർ സബ്സെറ്റിന്റെ എണ്ണം എന്താണ്? 2 raised to n minus 1. അതാണ് ഫോർമുല. സോ 2 raised to 4 minus 1 16 minus 1 ആൻസർ എന്ത് കിട്ടും? 15. അടുത്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. മാത്തമെറ്റിക്സ് എന്ന വേർഡിലെ ലെറ്റേഴ്സ് കോമയിട്ട് എഴുതുമ്പോൾ അത് റോസ്റ്റർ ഫോമിൽ കിട്ടും. ഫിസിക്സ് എന്ന വേർഡിലെ ലെറ്റേഴ്സ് കോമയിട്ട് എഴുതുമ്പോൾ എന്ത് കിട്ടും? ബി എന്ന സെറ്റ് റോസ്റ്റർ ഫോമിൽ കിട്ടും. പിന്നെ എ യൂണിയൻ ബി, എ ഇന്റർസെക്ഷൻ ബി, എ മൈനസ് ബി കാണുക. എല്ലാ കുട്ടികളും ആൻസർ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആകാനാണ് സാധ്യത.
അല്ലെ. എ എന്ന് പറയുന്നത് റെപ്പറ്റീഷൻ ഒഴിവാക്കുക, എഴുതിയത് വീണ്ടും എഴുതരുത് അല്ലെ. എ എന്ന സെറ്റ് കിട്ടി, ബി എന്ന സെറ്റ് കിട്ടി. എ യൂണിയൻ ബി, എയിലെയും ബിയിലെയും എല്ലാ എലമെന്റ്സും എടുത്തെഴുതുക. എഴുതിയത് വീണ്ടും എഴുതരുത്. റെപ്പറ്റീഷൻ ഈസ് നോട്ട് അലൗഡ്. അടുത്ത എ ഇന്റർസെക്ഷൻ ബി, എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത്, പൊതുവായിട്ടുള്ളത് മാത്രം എടുത്തെഴുതുക. അടുത്ത എ മൈനസ് ബി, എയിൽ ഉണ്ടാകണം എന്നാൽ ബിയിൽ ഉണ്ടാകാൻ പാടില്ല. എം, എയിലുണ്ട് ബിയിലുണ്ടോ ഇല്ല, അപ്പൊ അത് എഴുതുക. അടുത്ത എ, എയിലുണ്ട് ബിയിലുണ്ടോ ഇല്ല, എഴുതി. അടുത്ത ടി, എയിലുണ്ട് ബിയിലില്ല, എഴുതി. അടുത്ത എച്ച്, എയിലുണ്ട് ബിയിലുണ്ട്, പറ്റത്തില്ല. ഇ, എയിലുണ്ട് പക്ഷെ ബിയിലില്ല, എഴുതി. അടുത്ത ICS, ICS ഇവിടെ ഉണ്ടല്ലോ, അപ്പൊ അത് എഴുതാൻ പറ്റത്തില്ല. വിച്ച് ഈസ് ദ റിക്വയർഡ് ആൻസർ. വളരെ സിമ്പിൾ ആണ്. ഓക്കെ, എല്ലാ കുട്ടികളും എഴുതി എന്ന് പ്രതീക്ഷിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 10. വ്യത്യസ്തമായ ഒരു ക്വസ്റ്റ്യൻ, എന്നാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. 4 ഗ്രാഫ് തന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് സിഗ്നം ഫംഗ്ഷൻ. ഇതെന്താണ് 1/x, ഇതെന്താണ് sin x-ന്റെ ഗ്രാഫ് ആണെന്ന് മനസ്സിലാവും. ഇങ്ങനെ പോകുന്ന ഈ വേവ് പോലെ പോകുന്നതൊക്കെ സൈൻ അല്ലെങ്കിൽ കോസ് ആകാം. തിരിച്ചറിയുന്നത് എന്താണ്? ഈ 0യിൽ കൂടെ പോയാൽ അത് sin x, ഈ 1ൽ വെച്ചാണ് കർവ് ചെയ്യുന്നതെങ്കിൽ അതെന്താണ് cos x. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കാൻ പറയാം, x 0 ആകുമ്പോൾ സൈൻ വാല്യൂ 0 ആണല്ലോ, x π ആകുമ്പോൾ sin π 0 ആണല്ലോ, അപ്പൊ 0യിൽ കട്ട് ചെയ്ത്, അപ്പൊ ഇത് sin x ആണെന്ന് മനസ്സിലാക്കാം. ഇതെന്താണ്? ഇത് നിങ്ങൾ പഠിച്ചു കോണിക് സെക്ഷനിൽ. y² = 4ax അല്ലെ. y² = 4ax എന്ന പരാബോളയാണ് തന്നിട്ടുള്ളത്. Which among doesn't represent a function? ഇത് ഫംഗ്ഷൻ ആണ്, ഇത് ഫംഗ്ഷൻ ആണ്, ഇത് ഫംഗ്ഷൻ ആണ്. ഇത് ഫംഗ്ഷൻ ആണോ? തിരിച്ചറിയാൻ എളുപ്പമുണ്ട്. 1 എന്ന് പറയുന്ന പോയിന്റിൽ ഇവിടെ ഇമേജ് ഉണ്ട്, താഴെ ഇമേജ് ഉണ്ട്. 1 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഒന്നിൽ കൂടുതൽ ഇമേജ് പോകുന്നു അല്ലെ. ഒരു x വാല്യൂവിന് ഒന്നിൽ കൂടുതൽ ഇമേജ് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ എന്ന് പഠിച്ചിട്ടില്ലേ. അപ്പൊ ഇതാണ് ഫംഗ്ഷൻ അല്ലാത്തതിന് എക്സാമ്പിൾ. ഫൈൻഡ് ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് ഗ്രാഫ് ഇൻ എ. ഈ ഫംഗ്ഷന്റെ ഡൊമൈനും റേഞ്ചും. ഇത് സിഗ്നം ഫംഗ്ഷൻ ആണ്. ഇവിടെ ഏത് എക്സ് വാല്യൂ എടുത്താലും നമുക്ക് ഇമേജ് കാണാം. അതുകൊണ്ട് ഡൊമൈൻ ക്യാപിറ്റൽ R അല്ലെ. എല്ലാ എക്സ് വാല്യൂയിലും നമുക്ക് ഇമേജസ് കണ്ടെത്താം. y വാല്യൂസ് ഉണ്ട്. സോ ഡൊമൈൻ ക്യാപിറ്റൽ R. റേഞ്ച് 3 നമ്പർ, ഒന്ന് 0, മറ്റൊന്ന് -1, മറ്റൊന്ന് +1. സോ സെറ്റ് ഇട്ടിട്ട് -1, 0, 1 എന്ന് എഴുതണം. അടുത്ത റൈറ്റ് ഇക്വേഷൻ ഇൻ വിച്ച് ദ ഗ്രാഫ് ബി. ഈ ഫംഗ്ഷന്റെ ഇക്വേഷൻ എഴുതുക. എന്താണ് ഫംഗ്ഷൻ? y = sin x അല്ലെങ്കിൽ sin x എന്ന് ആൻസർ എഴുതിയാൽ മതിയാകും. ഓക്കെ, y = sin x അങ്ങനെ എഴുതിയാലും മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 11. ക്വസ്റ്റ്യൻ നമ്പർ 11 എന്താണ്? കോംപ്ലക്സ് നമ്പറിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. z = 1, 1 + 2y, then mod z the whole square അല്ലെ. പല രീതിയിൽ ചെയ്യാം, നമുക്ക് ഏതെങ്കിലും ഒരു മെത്തേഡിൽ ചെയ്താൽ മതി. z = എന്താണ്? 1 + 2y എങ്കിൽ mod z = എന്താണ്? √ റിയൽ പാർട്ടിന്റെ സ്ക്വയർ 1ന്റെ സ്ക്വയർ പ്ലസ് 2y, ഐയുടെ കൂടെ ഇരിക്കുന്നവന്റെ സ്ക്വയർ 2² = √5. mod z ന്റെ സ്ക്വയർ എന്താണ്? √5ന്റെ സ്ക്വയർ എന്ത് കിട്ടും? 5 എന്ന് കിട്ടും. നെക്സ്റ്റ് 1 + i / 1 - i. ഈ കോംപ്ലക്സ് നമ്പറിനെ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുക, എന്നിട്ട് അതിന്റെ റിയൽ പാർട്ട് എഴുതുക അല്ലെ. രണ്ട് കോംപ്ലക്സ് നമ്പർ ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാലോ. 1 + i / 1 - i. താഴെ ഇരിക്കുന്നതിന്റെ കോൺജുഗേറ്റ് മേളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക. 1 - i യുടെ കോൺജുഗേറ്റ് എന്താണ്? 1 + i. മേളിലും മൾട്ടിപ്ലൈ ചെയ്തു, താഴെയും മൾട്ടിപ്ലൈ ചെയ്തു. ഇനി എക്സ്പാൻഡ് ചെയ്യുക. ഇത് 1 + i the whole square. താഴെ a + b × a - b, s² - b², 1² - i². മേളിൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ a² 1² പ്ലസ് 2ab 2 × 1 × i 2i പ്ലസ് b² i² ബൈ ഇത് 1² 1 i² -1, മൈനസും ഈ മൈനസും കൂടെ +1. ഇനി ഇവിടെ എന്ത് കിട്ടും? i² -1, ഇത് +1 ക്യാൻസൽ ചെയ്ത് പോയി. പിന്നെ 2i/2, 2 ക്യാൻസൽ ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് ആൻസർ i എന്ന് കിട്ടും. ഇവിടെ i ആണ് കേട്ടോ. i എന്ന് പറയുന്നതിന് എങ്ങനെ എഴുതാം? 0 + i. സോ റിയൽ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? 0 എന്ന് കിട്ടും. റിയൽ പാർട്ട് എന്താണ്? 0. നെക്സ്റ്റ് എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? വെരിഫൈ mod z = mod z bar എന്ന് പറഞ്ഞാൽ z കോൺജുഗേറ്റ്. മോഡുലസ് ഓഫ് z = മോഡുലസ് ഓഫ് z bar. ഈ ഒരു എക്സാമ്പിൾ ഉപയോഗിച്ച് ചെയ്യാം. അല്ലെങ്കിൽ ജനറൽ ആയിട്ട് z = a + ib എങ്കിൽ മോഡുലസ് ഓഫ് z എന്താണ്? √a² + b². z ബാർ എന്താണ്? a - ib. അതിന്റെ മോഡുലസ് എന്താണ്? √a² + b². രണ്ടും ഈക്വൽ. അതുകൊണ്ട് മോഡുലസ് ഓഫ് z = മോഡുലസ് ഓഫ് z കോൺജുഗേറ്റ് അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ തൊട്ട് മേളിൽ തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പർ ഉപയോഗിച്ച് സിംപ്ലിഫൈ ചെയ്ത് ഇത് വെരിഫൈ ചെയ്താലും മതി. ഏത് മെത്തേഡ് ആണെങ്കിലും നമുക്ക് മാർക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
Question number 12. Which of the following is the solution of the inequality 4x plus 3 less than 5x plus 7, x element of R? ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, സിംപ്ലിഫൈ നിങ്ങൾക്കറിയാം. 4x ടൈം ഒരു സൈഡ് കൊണ്ടുവരിക. അപ്പൊ ഇത് ഇപ്പുറത്ത് വരുമ്പോൾ -5x പ്ലസ് 4x. അടുത്ത ലെസ് ദാൻ ഇത് അപ്പുറത്ത് വരുമ്പോൾ 7 - 3 4. അതായത് -x ലെസ് ദാൻ 4 എന്ന് കിട്ടും. ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x ഗ്രേറ്റർ ദാൻ -4 എന്ന് കിട്ടും. എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ -4. എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ -4 എന്ന് പറഞ്ഞാൽ എന്താണ്? -4 മുതൽ ഇൻഫിനിറ്റി വരെ. അപ്പോൾ ഇതിൽ ഏതാണ് ആൻസർ? ബി പാർട്ടാണ് ആൻസർ. -4, ഇൻഫിനിറ്റി വിച്ച് ഈസ് ദ ആൻസർ അല്ലെ. ഓപ്പൺ ഇന്റർവൽ -4, ഇൻഫിനിറ്റി. സിംപ്ലിഫൈ ചെയ്താൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഓക്കെ, നെക്സ്റ്റ് അതിന്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് സോൾവ് 3 × x - 2 by 5 less than or equal to 5 × 2 - x by 3. ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 3 9 × x - 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 25 × 2 - x എക്സ്പാൻഡ് ചെയ്യുക. 9x - 18 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 - 25x. എക്സിന്റെ ടൈം എല്ലാം ഒരു സൈഡ് കൊണ്ടുവരിക, കോൺസ്റ്റന്റ് റൈറ്റ് സൈഡ് കൊണ്ടുവരിക. ആഡ് ചെയ്യുമ്പോൾ 34x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 68, x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. എക്സിന്റെ വാല്യൂ 2 അതിനേക്കാളും ചെറുത്. അപ്പോൾ -ഇൻഫിനിറ്റി മുതൽ 2 വരെ ഈക്വൽ ടു ഉള്ളത് കൊണ്ട് ക്ലോസ്ഡ്. ഇത് നമ്പർ ലൈനിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? നമ്പർ ലൈൻ വരയ്ക്കുക. 2 എന്ന് പറയുന്ന പോയിന്റിൽ ഇവിടെ ഈക്വൽ ടു ഉള്ളത് കൊണ്ട് ഒന്ന് ഡാർക്കൺ ചെയ്യുക. എന്നിട്ട് 2നേക്കാളും ചെറിയ വാല്യൂ ആണ് നമ്മുടെ സൊല്യൂഷൻ അല്ലേ. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. അപ്പൊ 2 മുതൽ ഇങ്ങോട്ട് ഡാർക്കൺ ചെയ്ത് ഷെയ്ഡ് ചെയ്യുക, ഡാർക്കൺ ചെയ്ത് കാണിക്കുക. വിച്ച് ഈസ് ദ സൊല്യൂഷൻ ഓൺ നമ്പർ ലൈൻ. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ ആണ്, മറ്റൊന്നുമില്ല. ക്വസ്റ്റ്യൻ നമ്പർ 13. വളരെ സിമ്പിൾ ആയിട്ടുള്ള പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ഒരു ക്വസ്റ്റ്യൻ. NC7 = NC5 then find n equal to a plus c a plus b n equal to a plus b അതായത് 7 + 5 n equal to എന്ത് കിട്ടും? 12. നെക്സ്റ്റ് 4 cards drawn from a pack of 52 cards. Find the number of ways of choosing 3 red and 1 black card. നമുക്കറിയാം റെഡ് കാർഡ് മൊത്തം എത്ര എണ്ണം ഉണ്ട്? 26 ഉണ്ട്. ആ 26ൽ നിന്ന് 3 എണ്ണം എടുക്കുക. അപ്പൊ ആൻസർ 26C3. ആൻഡ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു ബ്ലാക്ക് കാർഡ് മൊത്തം 26, അതിൽ നിന്ന് ഒരു കാർഡ് ചൂസ് ചെയ്യണം. നമ്പർ ഓഫ് വേസ് 26C1. സോ റിക്വയർഡ് ആൻസർ 26C3 ഇൻറ്റു 26C1. കാൽക്കുലേറ്ററിൽ കൊടുത്ത് സിംപ്ലിഫിക്കേഷൻ വേണമെങ്കിൽ ചെയ്യാം, ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അടുത്ത രണ്ടാമത് എക്സാക്ട്ലി 3 ഏസ് കാർഡ്സ്. നമുക്ക് മൊത്തം 4 കാർഡ് എടുക്കണം. അതിൽ 3 കാർഡ് നിർബന്ധമായിട്ടും ഏസ് ആയിരിക്കണം. ഏസ് കാർഡ് മൊത്തം എത്ര എണ്ണം ഉണ്ട്? 4 കാർഡാണ് ഏസ് കാർഡ്. അതിൽ നിന്ന് 3 എണ്ണം എടുക്കുക. അപ്പൊ ആൻസർ 4C3 ആൻഡ് ഇൻറ്റു നമുക്ക് 3 കാർഡ് മതിയോ? ഇല്ല, 4 കാർഡ്. അപ്പൊ 4ാമത്തെ കാർഡ് ഏസ് അല്ലാത്തത് എടുക്കണം. ഏസ് അല്ലാത്ത എത്ര കാർഡ് ഉണ്ട്? 48. 4 ഏസ് കാർഡ്, അത് മാറ്റിയാൽ 48. അതിൽ നിന്ന് 1 എടുക്കുക. അപ്പൊ 48C1 വിച്ച് ഈസ് ദ ആൻസർ. അപ്പോൾ എന്താണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത്? 4C3 ഇൻറ്റു 48C1 അല്ലെ. കാൽക്കുലേറ്റർ കൊടുത്താൽ 192 എന്ന് കിട്ടും. നേരത്തെ ആദ്യം പറഞ്ഞതിന്റെയും ആൻസർ ഇവിടെ സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. സിംപ്ലിഫിക്കേഷൻ ചെയ്തില്ല എങ്കിൽ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് മാർക്ക് കിട്ടും. നെക്സ്റ്റ് മികച്ച നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ. ടെക്സ്റ്റിൽ നമുക്ക് NCC ആൻഡ് NSS എന്നാണുള്ളത്. NSSന് പകരം ഇവിടെ ഒന്ന് SPC എന്ന് മാറ്റിയിട്ടുണ്ട്. SPC യോടുള്ള സ്നേഹം കൂടുതലുള്ള ഏതോ അധ്യാപകനാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയത്. അപ്പോൾ എന്തായാലും NSSനെ കളഞ്ഞിരിക്കുകയാണ്. ഓക്കെ, SPC എന്നാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വേറെ മാറ്റങ്ങളൊന്നുമില്ല, നമ്പർ പോലും മാറ്റിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പ്രീവിയസ് എക്സാമിനേഷൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ 6 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്, ഇവിടെ 4 മാർക്കിന്. ഈ വർഷം പല ക്വസ്റ്റ്യന്റെയും വെയിറ്റേജ് കുറഞ്ഞു പോയോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ പഠിച്ച കുട്ടികൾക്ക് കംപ്ലീറ്റ് ക്വസ്റ്റ്യനും എഴുതി തീർക്കാൻ കുറച്ച് സമയം നഷ്ടം അല്ലെ, സമയത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടായി എന്നാണ് വിശ്വസിക്കുന്നത്. എങ്കിലും സ്പീഡിൽ ചെയ്യുന്ന കുട്ടികൾക്ക് കൃത്യം 2 മണിക്കൂർ തന്നെ എഴുതി തീർക്കാൻ സാധിക്കും. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. ഇൻ എ ക്ലാസ് ഓഫ് 60 സ്റ്റുഡൻസ് 30 opted for NCC, 32 opted for SPC and 24 opted for both the NCC and the SPC. If one of the student selected at random, find the probability that the student opted NCC or SPC.
ഈ NCC എന്ന് പറയുന്നത് A എന്ന് ചൂസ് ചെയ്യുക, SPC എന്ന് പറയുന്നത് ഇവന്റ് B എന്ന് ചൂസ് ചെയ്യുക. അപ്പൊ A or B. അപ്പൊ ഇവിടെ എന്താ കാണണ്ടേ? പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ B കാണുക. സ്റ്റുഡന്റ് ഓപ്റ്റഡ് നെയ്തർ NCC nor SPC. പ്രോബബിലിറ്റി ഓഫ് A കോംപ്ലിമെന്റ് എന്താണ്? അതും വേണ്ട ഇതും വേണ്ട. A കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ്, ഇതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പൊ അതിനുവേണ്ടി ആദ്യം സ്റ്റെപ്പുകൾ എഴുതുക. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് NCC ഇത് വേണമെങ്കിൽ ക്യാപിറ്റൽ A എന്ന് കൊടുക്കാം കേട്ടോ. എന്ത് കിട്ടും? മൊത്തം 60 കുട്ടികളുണ്ട് അല്ലെ, നമ്മള് 60 കുട്ടികളുണ്ട്, അതിൽ നിന്ന് ഒരു കുട്ടിയെ ചൂസ് ചെയ്യുന്നു. ആ കുട്ടി NCC സ്റ്റുഡന്റ് ആകാനുള്ള സാധ്യത, NCC ചൂസ് ചെയ്യുന്ന 30 കുട്ടികളാണ്. അപ്പൊ 30/60. അതുപോലെ പ്രോബബിലിറ്റി ഓഫ് എന്താണ്? ദ സ്റ്റുഡന്റ് വിൽ ബി ആൻ SPC കാഡറ്റ്, SPC കാഡറ്റ് ആകാനുള്ള സാധ്യത മൊത്തം 60 പേരുണ്ട്, അതിൽ SPC ചൂസ് ചെയ്ത് 32. സോ പോസിബിലിറ്റി 32/60. പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് രണ്ടും സെലക്ട് ചെയ്ത് എത്ര പേരുണ്ട്? 24. അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി 24/60 അല്ലേ? നമ്മളിത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളതാണ്. അടുത്ത നമുക്ക് എന്താണ് വേണ്ടത്? പ്രോബബിലിറ്റി ദാറ്റ് ദ സ്റ്റുഡന്റ് ഓപ്റ്റഡ് NCC or SPC, അതായത് പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ B. എയും ബിയും കൊടുക്കുന്ന എളുപ്പം കേട്ടോ. പ്രോബബിലിറ്റി ഓഫ് A പ്ലസ് പ്രോബബിലിറ്റി ഓഫ് B മൈനസ് പ്രോബബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B. ഇത് പ്ലസ് ഇത് മൈനസ് ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 38/60 ദാറ്റ് ഈസ് 19/30. അടുത്ത പ്രോബബിലിറ്റി ദാറ്റ് എന്താണ്? A കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ് അല്ലേ? അപ്പോൾ എന്താണ് പ്രോബബിലിറ്റി ഓഫ് A കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റിനെ പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ B ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് എഴുതാം അല്ലെ? സ്റ്റെപ്പ് ഇവിടെ കുറച്ചിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ B ദ ഹോൾ കോംപ്ലിമെന്റ്, ഡി മോർഗൻസ് ലോ, അതിനെ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ B എന്ന് എഴുതാം. 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ B ഇപ്പൊ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. എന്താണ്? 19/30 ദാറ്റ് ഈസ് 11/30 എന്ന് കിട്ടും. അടുത്ത പ്രോബബിലിറ്റി ദാറ്റ് ദ സ്റ്റുഡന്റ് ഹാസ് ഓപ്റ്റഡ് SPC ബട്ട് നോട്ട് NCC എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് B ഇന്റർസെക്ഷൻ A കോംപ്ലിമെന്റ്. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് എന്താണ്? SPC വേണം, മൈനസ് രണ്ടും ഉള്ളവർ വേണ്ട, SPC ഉള്ളവർ മാത്രം മതി. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് SPC മൈനസ് പ്രോബബിലിറ്റി ഓഫ് NCC ആൻഡ് SPC. പ്രോബബിലിറ്റി ഓഫ് SPC നമ്മൾ നേരത്തെ കണ്ടെത്തി കൊടുക്കുക, മൈനസ് ഇത് കൊടുക്കുമ്പോൾ ആൻസർ കിട്ടും. ഈ NCC എന്ന് പറയുന്ന എയും SPC എന്ന് പറയുന്ന B എന്ന ഇവന്റ് ആയിട്ട് ചൂസ് ചെയ്ത് എഴുതുന്നതാണ് എളുപ്പം. ഞാൻ ഇങ്ങനെ അവിടെ ഉൾപ്പെടുത്തി എന്ന് മാത്രം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 15. സ്ട്രൈറ്റ് ലൈൻ എന്ന ചാപ്റ്ററിലെ മറ്റൊരു ക്വസ്റ്റ്യൻ, വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത ക്വസ്റ്റ്യൻ. കൺസിഡർ ദ സ്ട്രൈറ്റ് ലൈൻ x - 3y + 4 = 0. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ പെർപെൻഡിക്കുലർ ടു ദ ഗിവൺ ലൈൻ. ആദ്യം ഈ ലൈന്റെ സ്ലോപ്പ് കാണുക. -a/b -1/-3 ദാറ്റ് ഈസ് 1/3. എന്നിട്ട് അതിന്റെ പെർപെൻഡിക്കുലർ ലൈന്റെ സ്ലോപ്പ് കാണാൻ -1/m റെസിപ്രോക്കൽ എടുത്തിട്ട് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ആൻസർ എന്ത് കിട്ടും? -3 എന്ന് കിട്ടും. ആൻസർ എന്താണ്? -3. ആദ്യം ഗിവൺ ലൈന്റെ സ്ലോപ്പ് കാണുക, എന്നിട്ട് എന്ത് ചെയ്യുക? പെർപെൻഡിക്കുലർ ലൈന്റെ സ്ലോപ്പ് കാണുക. ഓക്കെ, ഗിവൺ ലൈൻ അതിൽ നിന്ന് -a/b എന്ന ഫോർമുല ഉപയോഗിക്കാം, അല്ലെങ്കിൽ y = mx + c എന്ന ഫോർമുല ആക്കിയിട്ട് എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് സ്ലോപ്പ്, അങ്ങനെ 1/3. അപ്പൊ സ്ലോപ്പ് ഓഫ് ദ പെർപെൻഡിക്കുലർ ലൈൻ കാണുന്ന ഫോർമുല -1/m -1/1/3 ദാറ്റ് ഈസ് -3. ഇത്രയും സ്റ്റെപ്പിന്റെ ആവശ്യമില്ല, 1 വേർഡ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അടുത്ത് നമുക്ക് ഇക്വേഷൻ ഓഫ് ദ ലൈൻ പെർപെൻഡിക്കുലർ ടു ദ ഗിവൺ ലൈൻ കാണണം ആൻഡ് പാസിംഗ് ത്രൂ 1,2. അപ്പൊ പോയിന്റ് x1 y1 1,2, സ്ലോപ്പ് -3. ഇക്വേഷൻ എന്താണ്? y - y1 = സ്ലോപ്പ് ഇൻറ്റു x - x1. y - y12 = m ഇൻറ്റു സ്ലോപ്പ് എന്നുള്ളത് -3 ഇൻറ്റു x - x1 1. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അടുത്ത് കാണേണ്ടത് ഫൈൻഡ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ഗിവൺ ലൈൻ ആൻഡ് പെർപെൻഡിക്കുലർ ലൈൻ. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ലൈൻ x - 3y + 4 = 0. അടുത്ത് ഇവിടെ എന്താണ് കണ്ടെത്തിയ ലൈൻ? 3x + y -5 = 0. ഇവ തമ്മിൽ എന്ത് ചെയ്യണം? സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എക്സിന്റെ കോഎഫിഷ്യന്റ് സെയിം ആക്കിയാൽ മതി. ഇതിനെ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് കിട്ടും? 3x - 9y + 12. എന്നിട്ട് അവ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. ആൻസർ നമ്മൾ ആ ക്വിക്ക് റിവ്യൂ പറഞ്ഞപ്പോൾ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ആൻസർ 11/10, 17/10 എന്ന് കിട്ടും. രണ്ട് തമ്മിൽ സോൾവ് ചെയ്താൽ മതി കേട്ടോ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ലെ, ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. 3x - 9y എന്നിട്ട് ഇവ തമ്മിൽ എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യുമ്പോൾ -9i - i അതാണ് -10y. ഇവിടെ
ഇവിടെ 12 മൈനസ് 5 എന്ത് കിട്ടും? +17 അപ്പുറത്തും -17 y ഈക്വൽ ടു എന്താണ്? 17/10. ഈ y യുടെ വാല്യൂ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ x ന്റെ ആൻസർ കിട്ടും. ദാറ്റ് ഈസ് 11/10. ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 16. ഫിഗർ കണ്ട് പലരും പേടിച്ച് കാണും, പക്ഷേ പേടിക്കേണ്ട ആവശ്യമില്ല. പരാബോളയുടെ ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ? എന്താണ്? y² = 8x. അതിന്റെ ഫോക്കസ് കാണുക, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം കാണുക അല്ലെ? ഫോക്കസ് കാണുന്ന ഫോർമുല അറിയാം, a, 0. ഇത് ഏത് പരാബോളയാണ്? y² = 4ax. അപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ 4a 8, a എന്ന് പറയുന്നത് എന്ത് കിട്ടി? 2. ഫോക്കസ് a, 0, 2, 0. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം എന്താണ്? 4a, ദാറ്റ് ഈസ് 8 എന്ന് കിട്ടും. സെക്കൻഡ് പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ. ഈ സർക്കിളിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ഇത് മുതൽ ഇതുവരെയുള്ള ലെങ്ത് എന്തായിരിക്കും? ഈ ഫോക്കസ് 2, 0. അപ്പൊ ഈ ലെങ്ത് 2 ആണ്. ഈ ഹൈറ്റ് എന്തായിരിക്കും? മൊത്തം ലെങ്ത് 8 ആണ്. അപ്പോൾ ഇതിന്റെ പകുതി 4 ആണ്. അപ്പൊ ഇത് 2, ഇത് 4. അപ്പോൾ ഈ ഹൈപ്പോട്ടിനിയസ്, ഈ സാധനമാണ് റേഡിയസ് എന്ന് പറയുന്നത്. സോ റേഡിയസ് ഈക്വൽ ടു റൂട്ട് ഓഫ് അല്ലെ ബേസ് സ്ക്വയർ 2² പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ 4², √20 എന്ന് കിട്ടും. റേഡിയസ് √20. ഇതെന്താണ്? ഒരു യൂണിറ്റ് സർക്കിളാണ്. സോറി, ഇതെന്ത് സർക്കിളാണ്? സെന്റർ ഒറിജിൻ ആയിട്ടുള്ള സർക്കിൾ. എങ്കിൽ സർക്കിളിന്റെ ഇക്വേഷൻ x² + y² = r². സോ x² + y² = √20². 20 എന്ന ആൻസറിലേക്ക് എത്തുവാൻ സാധിക്കും. നെക്സ്റ്റ് എസ്എ ക്വസ്റ്റ്യൻ. അപ്പൊ ഇത്രയുമാണ് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, കൃത്യമായി പഠിച്ച കുട്ടികൾക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 17. എസ്എ ക്വസ്റ്റ്യൻസ്. Which term of the sequence 2, 2√2 etc. is 128? അല്ലെ, എന്ത് ടേം 128 എങ്കിൽ n കാണുക. ഫസ്റ്റ് ടേം 2, കോമൺ റേഷ്യോ എന്താണ്? √2. ഒരു √2 ആണ് മൾട്ടിപ്ലൈ പോകുന്നത്. അപ്പോൾ കോമൺ റേഷ്യോ √2 എന്ന് കിട്ടി, ഫസ്റ്റ് ടേം 2 എന്ന് കിട്ടി. ഇനി nth ടേം ഈക്വൽ ടു 128 എന്ന് തന്നിട്ടുണ്ട്. nth ടേം കാണുന്ന ഫോർമുല a × r⁻n−1 ഈക്വൽ ടു 128. a എന്താണ്? 2 ആണ്. 2 × √2⁻n−1 128. √2⁻n−1 ഈക്വൽ ടു ഈ 2 ഡിവൈഡ് ചെയ്യുമ്പോൾ 64. √2⁻n−1 എന്ന് പറഞ്ഞാൽ ഈ 64 ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 2⁻6 എന്ന് പറഞ്ഞാൽ √2⁻12. ഒരു 2 എന്ന് പറഞ്ഞാൽ 2 √2 ഈക്വൽ ആണ്. അപ്പോൾ 2⁻6നെ √2⁻12 എന്ന് എഴുതാം. സോ പവേഴ്സ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ n−1 ഈക്വൽ ടു 12, n ഈക്വൽ ടു എന്ത് കിട്ടും? 13 എന്ന് കിട്ടും. അടുത്തത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്, യാതൊരു മാറ്റവുമില്ല. ദ സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ഓഫ് എ GP തന്നിട്ടുണ്ട്. സം ഓഫ് നെക്സ്റ്റ് 3 ടേംസ് തന്നിട്ടുണ്ട്. ഫൈൻഡ് കോമൺ റേഷ്യോ ഫസ്റ്റ് ടേം, സം ഓഫ് ഫസ്റ്റ് 4 ടേംസ്. ഇത്രയുമാണ് കാണേണ്ടത്. സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ഓഫ് എ GP നമുക്ക് ഇങ്ങനെ എടുക്കാം: a + AR + AR². ആദ്യത്തെ ടേം a, അടുത്തൊരു r മൾട്ടിപ്ലൈ ബൈ AR, വീണ്ടും കോമൺ റേഷ്യോ മൾട്ടിപ്ലൈ ബൈ AR², അത് 16. ഇനി അടുത്ത 3 ടേമിന്റെ സം 128. അടുത്ത എന്തായിരിക്കും? AR³ പ്ലസ് ഒരു r മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. AR⁴ പ്ലസ് AR⁵ ഈക്വൽ ടു 128. ആദ്യത്തെ ടേമിൽ നിന്ന് അല്ലെങ്കിൽ ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് ഒരു r³ പുറത്തെടുത്താൽ, ഇതിൽ നിന്നും r³ പുറത്തെടുത്താൽ a + AR + AR² ഈക്വൽ ടു 128 അല്ലെ. നെക്സ്റ്റ് എന്താണ്? ഇവ തമ്മിൽ ഡിവൈഡ് ചെയ്യുക. ഏതൊക്കെ തമ്മിലാണ്? ഈ ഫസ്റ്റും ഇതും ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ്? ഈ ഇതും ക്യാൻസൽ ചെയ്ത് പോയി. r³ ഈക്വൽ ടു 128/16, r³ ഈക്വൽ ടു 8, r ഈക്വൽ ടു 2. ഫസ്റ്റ് പാർട്ടായി കോമൺ റേഷ്യോ കിട്ടി. ഇനി ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊണ്ട് കൊടുക്കുക, r-ന്റെ വാല്യൂ 2. ഒന്നാമത്തെ ഇക്വേഷനിൽ കൊടുക്കാം. അപ്പോൾ എന്തുണ്ട്? a + 2a + 4a ഈക്വൽ ടു 16. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ a ഈക്വൽ ടു 16/7 എന്ന് കിട്ടും. അടുത്ത സം ടു n ടേംസ്. അപ്പൊ സം ടു n ടേംസ് എന്ന ഫോർമുല യൂസ് ചെയ്യാം. അല്ല എങ്കിൽ സം ഓഫ് ഫസ്റ്റ് 4 ടേംസ് അല്ലേ, ആദ്യത്തെ 3 ടേമിന്റെ സം 16 പ്ലസ് AR³ അങ്ങനെ കൊടുത്താലും മതി. 16 പ്ലസ് AR³. a എന്ന് പറയുന്നത് എത്രയായിരുന്നു? 16/7 ഇൻറ്റു 8. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് എന്താണ്? 240/7. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ സം ടു n ടേംസ് കാണുന്ന ഫോർമുല a × r⁻n−1 ബൈ r−1. എക്ക് നമ്മൾ 16/7, r-ന് 2 എന്ന വാല്യൂ കൊടുക്കുക. ഇതിനേക്കാളും ഈസി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ മെത്തേഡാണ്. ഏത് മെത്തേഡ് ചെയ്താലും മാർക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 18. ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവിലെ ക്വസ്റ്റ്യൻ ആണ്. യൂസിംഗ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് cos x. ഫസ്റ്റ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്ത് ഡെറിവേറ്റീവ് കാണുന്ന ഫോർമുല f' ഈക്വൽ ടു ലിമിറ്റ് h ടെൻഡ്സ് ടു 0 f(x + h മൈനസ് f(x/h). ഇവിടെ f(x) cos x ആണ്. അപ്പൊ f(x + h എന്ത് വരും? cos x + h മൈനസ് cos x/h.
അടുത്ത കോസ് എ മൈനസ് കോസ് ബി, ഫോർമുല പഠിച്ചേ പറ്റൂ. സി മൈനസ് സി മൈനസ് 2SS മൈനസ് 2 സൈൻ എ പ്ലസ് ബി ബൈ 2, ആംഗിൾ കൂട്ടുക, രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അടുത്ത് മൈനസ് 2SS വീണ്ടും സൈൻ, ആംഗിൾ സബ്ട്രാക്ട് ചെയ്യുക, ദെൻ രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. എക്സ് പ്ലസ് എച്ച് മൈനസ് എക്സ് ബൈ 2 അല്ലെ. നമ്മുടെ ഈ ഫോർമുലയാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത് അല്ലെ. ഷോർട്ട് കട്ട് ഫോർമുലയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. സി മൈനസ് സി മൈനസ് 2SS ഡീറ്റെയിൽഡ് ക്ലാസ്സിലും റിവിഷൻ ക്ലാസ്സിലും ഒക്കെ പറയുന്നുണ്ട്. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് 2 സൈൻ എന്താണ് ഇവിടെ 2x പ്ലസ് എച്ച് ബൈ 2 അല്ലേ. രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് എച്ച് ബൈ 2. ഇവിടെ എന്ത് കിട്ടും? എക്സ് മൈനസ് എക്സും പോയാൽ സൈൻ എച്ച് ബൈ 2 ബൈ എച്ച്. അടുത്ത് എന്ത് ചെയ്യണം? ചെറിയൊരു കളിയാണ് അല്ലെ. ഈ എച്ച് ബൈ 2 എന്ന് പറയുന്നത് ഇതിന്റെ നേരെ താഴെ കൊണ്ടുവന്ന് സെപ്പറേറ്റ് ചെയ്യുക. ലിമിറ്റ് എച്ച് ടെൻസ് 0. ഈ ആദ്യത്തെ ടൈം അതുപോലെ എന്താണ്? സൈൻ എക്സ് പ്ലസ് എച്ച് ബൈ 2 ബൈ എച്ച് ബൈ 2. ഇത് ബൈ ഇത് ഈ മൈനസ് ഇനി പുറത്തെടുത്തു. അടുത്തത് ലിമിറ്റ് എച്ച് ടെൻസ് 0 സൈൻ എക്സ് പ്ലസ് എച്ച് ബൈ 2. അടുത്ത് എച്ചിന് 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ മൈനസ് സൈൻ എക്സ് എന്ന് കിട്ടും. നിങ്ങൾ എഴുതി പഠിച്ചതാണ്, അതുകൊണ്ട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ക്വോഷ്യന്റ് റൂൾ ഉപയോഗിച്ച് ഡെറിവേറ്റീവ് കാണുക. ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് ദിസ് ഫംഗ്ഷൻ. താഴെയും ഫംഗ്ഷൻ ഓഫ് എക്സ്, മേളിലും ഫംഗ്ഷൻ ഓഫ് എക്സ്. ക്വോഷ്യന്റ് റൂൾ എന്താണ്? താഴെ ഇരിക്കുന്നത് അതുപോലെ എഴുതുക. ദെൻ ഡി ബൈ ഡി എക്സ് ഓഫ് ന്യൂമറേറ്റർ മേളിലിരിക്കുന്നത് മൈനസ് മേളിലിരിക്കുന്നത് അതുപോലെ, ദെൻ ഡി ബൈ ഡി എക്സ് ഓഫ് താഴെ ഇരിക്കുന്നത് ഹോൾ ഡിവൈഡഡ് ബൈ താഴെ ഇരിക്കുന്നവന്റെ സ്ക്വയർ സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഇനി ആദ്യത്തെ ടൈം അതുപോലെ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്, കോസ് എക്സിൻ്റെത് മൈനസ് സൈൻ എക്സ് മൈനസ് ഇത് അതുപോലെ. അടുത്ത സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്, കോസ് എക്സിൻ്റെത് മൈനസ് സൈൻ എക്സ്, മൈനസ് മൈനസും പ്ലസ് സൈൻ എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഇത്രയും എഴുതിയാലും മാർക്ക് കിട്ടും. ഞാനിവിടെ സിംപ്ലിഫൈ ചെയ്ത് ഫൈനൽ ആൻസർ എഴുതിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് നോക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 19, ട്രിഗണോമെട്രി ഫംഗ്ഷൻ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ. സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും നമ്മൾ എക്സ്പെക്ട് ചെയ്ത ക്വസ്റ്റ്യൻ, എന്നാൽ ഫസ്റ്റ് പാർട്ട് അൺഎക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ. കഴിഞ്ഞ വർഷവും ഇതുപോലെ ട്രിഗണോമെട്രിയിൽ ഒരു അൺഎക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ ചോദിച്ചു, പല കുട്ടികളുടെയും ഫുൾ മാർക്ക് നഷ്ടപ്പെട്ടത് അങ്ങനെയാണ്. ഈ വർഷവും അതേപോലെ തന്നെയാണ്, എൻട്രൻസ് ലെവലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദി വാല്യൂ ഓഫ് tan 1 into tan 2 into etc tan 89 അല്ലേ. രണ്ട് സാധ്യതയാണ് പെട്ടെന്ന് കുട്ടികളുടെ മനസ്സിലേക്ക് വരുന്നത്. വൺ വേർഡ് ക്വസ്റ്റ്യൻ, ഒന്നുകിൽ ഇതിന്റെ ആൻസർ 1 ആയിരിക്കും അല്ലെങ്കിൽ 0. കറക്കി കുത്തുക, ആൻസർ 1 ആണ്. ഇനി അതെങ്ങനെ കിട്ടി എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. കാരണം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ചിലപ്പോൾ പബ്ലിക് എക്സാമിനേഷൻ ചോദിക്കാം. tan 1 into tan 2 into tan 3 etc tan 89 ഇതാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ tan 1 tan 2 etc എന്താണ് tan 3 etc. അത് നമ്മളിങ്ങനെ പോയി അടുത്ത tan 89 നമുക്ക് എങ്ങനെ എഴുതാം? tan 90 minus 1. 88 എങ്ങനെ എഴുതാം? tan 90 minus 2. 87 tan 90 minus 3 എന്ന് എഴുതാം അല്ലെ. അപ്പൊ tan 1 into tan 2 into tan 3 etc tan 90 minus theta cot theta ആണ്. അപ്പൊ ഇത് cot 2 എന്ന് എഴുതാം. ഇതെന്ത് എഴുതാം? cot 1. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കറിയാം tan 1 cot 1 അല്ലെ. tan 1 cot 1 മൾട്ടിപ്ലൈ ആൻസർ എന്താണ്? 1 ആണ്. tan theta into cot theta 1 അല്ലേ? 1. tan 2 into cot 2 എന്ത് കിട്ടും? 1. tan 3 into cot 3 1. ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ tan 4 into cot 44 വരെ 1 എന്ന് കിട്ടും. പിന്നെ ഒരു tan 45 വരും. tan 45ന്റെ ആൻസർ എന്താണ്? 1. ഇങ്ങനെയും ചെയ്യാം. അല്ല എങ്കിൽ ഇത് ഒരു രീതിയാണ്. മറ്റൊരു രീതി എന്ന് പറയുന്നത്, ഏത് രീതി ചെയ്താലും കുഴപ്പമില്ല, ഈ രീതിക്ക് ചെയ്യാം. tan 1 tan 2 etc tan 45 അടുത്ത് tan 46 തൊട്ട് എഴുതി തുടങ്ങുക. അപ്പൊ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. tan 46നെ tan 90 minus 44, 47നെ tan 90 minus 43 etc tan 89നെ tan 90 minus 1 എന്ന് എഴുതാം. ഇവിടെ tan 1 tan 4 tan 44 tan 45 ഇവിടെ എന്ത് കിട്ടും? tan 90 minus theta cot 44 ഇവിടെ എന്ത് കിട്ടും? cot 43 etc cot 1. ഇതിൽ ഈ tan 45 മാറ്റി വെച്ചാൽ ബാക്കിയെല്ലാം tan 1 into എന്താണ്? cot 1 1 ആവും, tan 2 into cot 2 1 ആവും. ഇങ്ങനെ പോവും. പിന്നെ tan 45 മാത്രം വരും. ദാറ്റ് ഈസ് ആൻസർ എന്താണ്? 1. കറക്കി കുത്തുന്നതാണ് എളുപ്പം. നെക്സ്റ്റ്, prove that cot square pi by 6 plus cosec 5 pi by 6 plus 3 tan square pi by 6 equal to 6. കാൽക്കുലേറ്റർ ഉപയോഗിച്ചാൽ മതി. pi by 6 എന്ന് പറഞ്ഞാൽ 180 by 3, 180 by 6, 180 by 6 30 ഡിഗ്രി. cot 30 നിങ്ങൾക്കറിയാം. tan 30 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 by root 3. അപ്പൊ cot 30 എന്താണ്? root 3യുടെ സ്ക്വയർ എന്താണ്? 3. അപ്പൊ ഇതിന്റെ വാല്യൂ 3 എന്ന് കിട്ടും. ഇത് cosec 150, അത് കാണാൻ sin 150 കാൽക്കുലേറ്ററിൽ കൊടുക്കുക, റെസിപ്രോക്കൽ എടുക്കുക. അപ്പൊ 2 എന്ന് കിട്ടും. 3 plus 2 എന്ന് കിട്ടി 5. അപ്പൊ ഇതിന്റെ ആൻസർ ഇനി എന്തായിരിക്കും? ഇത് -1 ആണ് കേട്ടോ. ഇവിടെ -1 ആണ് വരുന്നത്. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താണ്? അവസാനം 6 എന്ന് കിട്ടും. ഞാനതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് താല്പര്യമുള്ളതാണെങ്കിൽ പറഞ്ഞുതരാം അല്ലെ. വേറെ ഒന്നുമില്ല. കൊസീക്ക് ഇത് പൈ മൈനസ് പൈ ബൈ 6 അങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ ഇത് 3, ഇവിടെ 2, ഇവിടെ എന്ത് കിട്ടും? 1. ഇത് +2 തന്നെയാണ് കേട്ടോ. 2 കിട്ടും. ഇവിടെ എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? 6. ഫൈനലി പ്രൂവ് ദാറ്റ് cos 2x plus cos 3x plus cos 4x by sin 2x plus sin 3x plus sin 4x equal to എന്താണ്?
കോട്ട് 3x എന്ന് പ്രൂവ് ചെയ്യുക. ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്ന് ഗ്രൂപ്പ് ചെയ്യുക. ഇവിടെ ആദ്യം 4x ഉം 2x ഒരുമിച്ച് എഴുതുക, cos 3x മാറ്റി വയ്ക്കുക. ഇവിടെയും sin 4x ഉം sin 2x ഉം എഴുതുക, ഇത് മാറ്റി വയ്ക്കുക. എന്നിട്ട് ട്രിഗണോമെട്രിക് ഫോർമുല C+E S+S അറിയാലോ, ആ ഫോർമുലകൾ അപ്ലൈ ചെയ്ത് അല്ലെ, C+E എന്ന ഫോർമുലയും S+S എന്ന ഫോർമുല അപ്ലൈ ചെയ്ത് കോമൺ ആയിട്ടുള്ളത് ഗ്രൂപ്പ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ cos 3x by sin 3x which is equal to എന്ന് കിട്ടും, cot 3x എന്ന് കിട്ടും. നെക്സ്റ്റ്, എല്ലാവരും എക്സ്പെക്ട് ചെയ്ത ക്വസ്റ്റ്യൻ, എല്ലാ കുട്ടികളും ആൻസർ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ ആയിരിക്കും ഇത്. ആൻസർ ശരിയോ തെറ്റോ എന്നത് കണ്ടറിയാം അല്ലെ. ഒരു കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്. ഫൈൻഡ് എ മീൻ, വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ക്ലാസ് ഇന്റർവൽ, ഫ്രീക്വൻസി അല്ലെ, ഒരു ടാബുലർ കോളം വരച്ച് രേഖപ്പെടുത്തുക. ക്ലാസ് ഇന്റർവൽ എഴുതി, അടുത്ത് നമ്മൾ എന്താണ് ഫ്രീക്വൻസി ഇവിടെ എഴുതി, അടുത്ത് എക്സ് വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടില്ല, നമ്മളാണ് എഴുതേണ്ടത്. എന്താണ് എക്സ് വാല്യൂ? ഇവ തമ്മിൽ കൂട്ടുക, അതിന്റെ പകുതി എടുക്കുക. 70ന്റെ പകുതി 35, 90ന്റെ പകുതി 45, 10 കൂട്ടി എഴുതുക. പിന്നെ fx അറിയാലോ, ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതുക. അടുത്ത എക്സ് സ്ക്വയർ കാണുക, എന്നിട്ട് fx സ്ക്വയർ ആരൊക്കെയാണ്? ഈ എക്സ് സ്ക്വയറും ഫ്രീക്വൻസി കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. ഇതെല്ലാം കൂടെ കൂട്ടി എഴുതുക. fx എല്ലാം കൂടെ കൂട്ടി എഴുതുക, f എല്ലാം കൂടെ കൂട്ടി എഴുതുക. അപ്പൊ മീൻ കാണുന്ന ഫോർമുല സിഗ്മ fx ബൈ ക്യാപിറ്റൽ N, 3150 62. വേരിയൻസ് കാണുന്ന ഫോർമുല സിഗ്മ fx സ്ക്വയർ ബൈ ക്യാപിറ്റൽ N മൈനസ് എക്സ് ബാറിന്റെ സ്ക്വയർ, അങ്ങനെ പഠിച്ചാലും മതി. അപ്പൊ 20 22 50 ബൈ 50 മൈനസ് എക്സ് ബാർ 62 അല്ലേ, 62ന്റെ സ്ക്വയർ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 201 എന്ന് കിട്ടും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൂട്ട് ഓഫ് വേരിയൻസ് √201 that is equal to 14.18. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല, എന്നാൽ വളരെ ഡിഫിക്കൽട്ടി ലെവൽ കൂടിയ ക്വസ്റ്റ്യനുമല്ല, ഒരു മീഡിയം ലെവലുള്ള ക്വസ്റ്റ്യൻ ആണ്. കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചവർക്ക് മികച്ച സ്കോർ കണ്ടെത്താൻ സാധിക്കും. പബ്ലിക് എക്സാമിനേഷനും സമാന സ്വഭാവമുള്ളതായിരിക്കും. തീർച്ചയായും സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കൂ. നെക്സ്റ്റ് ഡേ മറ്റൊരു വീഡിയോ ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ ബൈ.